ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാമീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2026 ലഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ആദ്യത്തെ 3 പുസ്തകങ്ങൾ റൂത്ത്, 1 സാമുവൽ, സഭാപ്രസംഗകൻ, ഈ 3 പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളുടെയും വീഡിയോ അപ്ലോഡ് ചെയ്തു കഴിഞ്ഞു. അത്രയും ഭാഗങ്ങളുടെ മോക്ക് ടെസ്റ്റുകളും നടത്തി കഴിഞ്ഞു. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭിക്കുന്നതിന് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്തതിനു ശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ജോയിനിങ് ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും അവസരമുണ്ടായിരിക്കും. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. 140 മോക്ക് ടെസ്റ്റുകളാണ് നടത്തുന്നത്. തുടർന്നു നടക്കുന്ന മോക്ക് ടെസ്റ്റുകളിൽ പങ്കെടുക്കുന്നതിന് 500 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ്. രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് പഴയ മോക്ക് ടെസ്റ്റിന്റെ ലിങ്കുകളും അയച്ചു തരുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം ആമുഖത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, യോഹന്നാന്റെ സുവിശേഷം എത്രാമത്തെ സുവിശേഷമാണ്? 4-ാമത്തെ സുവിശേഷം. ചോദ്യം 2, 4-ാമത്തെ സുവിശേഷത്തിന്റെ കർത്താവ് ആരാണ്? യേശുവിന്റെ ശിഷ്യനായ യോഹന്നാൻ. 3, യേശുവിന്റെ ശിഷ്യനായ യോഹന്നാനാണ് 4-ാമത്തെ സുവിശേഷത്തിന്റെ കർത്താവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എന്ത്? പാരമ്പര്യം. 4, ഗ്രന്ഥകർത്താവിനെ യേശുവിന്റെ ശ്രേഷ്ഠ ശിഷ്യനായും അവിടുത്തെ ജീവിതത്തിലെ സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായും ചിത്രീകരിക്കുന്ന എത്ര സംഭവങ്ങൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്? 2 സംഭവങ്ങൾ. യോഹന്നാൻ 19:35, യോഹന്നാൻ 21:24. 5, യോഹന്നാൻ എവിടെ വച്ചാണ് സുവിശേഷം എഴുതിയത്? എഫേസോസിൽ. 6, യോഹന്നാൻ ഏത് കാലഘട്ടത്തിലാണ് സുവിശേഷം എഴുതിയത്? AD 95. 7, യോഹന്നാന്റെ സുവിശേഷം രചിച്ചതിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നതാര്? ഗ്രന്ഥകർത്താവ് തന്നെ. 8, യോഹന്നാന്റെ സുവിശേഷം രചിച്ചതിന്റെ ഉദ്ദേശം ഗ്രന്ഥകർത്താവ് തന്നെ വ്യക്തമാക്കുന്നത് എങ്ങനെ? യേശു ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടി. 9, യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് വിശ്വസിക്കുന്നത് വഴി അവന്റെ നാമത്തിൽ എന്താണ് ഉണ്ടാവുക? ജീവൻ. 10, യേശുവിന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെ? അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും. 11, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം എന്ത്? യേശുവിന്റെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന അവിടുത്തെ വാക്കുകളും പ്രവൃത്തികളും. 12, രക്ഷാകര രഹസ്യം പൂർത്തിയായത് ആരിലാണ്? യേശുവിൽ. 13, യേശുവിൽ പൂർത്തിയായ എന്ത് വെളിപ്പെടുത്താനാണ് ഗ്രന്ഥകർത്താവിന്റെ ശ്രമം? രക്ഷാകര രഹസ്യം. 14, എല്ലാവരും യേശുവിന്റെ വ്യക്തിത്വത്തെ അതിന്റെ എല്ലാ സവിശേഷതകളോടും കൂടെ മനസ്സിലാക്കി എന്തിലാണ് എത്തിച്ചേരേണ്ടത്? വിശ്വാസത്തിൽ. 15, യേശുവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരുന്നവർ അതുവഴി എന്തിലാണ് പങ്കുചേരുന്നത്? നിത്യജീവനിൽ. 16, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 2 വിശേഷണങ്ങൾ എന്തെല്ലാമാണ്? വിശ്വാസത്തിന്റെ സുവിശേഷം, ജീവന്റെ സുവിശേഷം. 17, യോഹന്നാന്റെ സുവിശേഷം എന്തുകൊണ്ടാണ് വിശ്വാസത്തിന്റെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്നത്? യേശുവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി വിശ്വാസത്തിൽ എത്തിച്ചേരുന്നത് കൊണ്ട്. 18, എന്തുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ജീവന്റെ സുവിശേഷം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്? ക്രിസ്തുവിന്റെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി വിശ്വാസത്തിലൂടെ നിത്യജീവനിൽ പങ്കുചേരുന്നത് കൊണ്ട്. 19, എന്തായിട്ടാണ് യേശുവിന്റെ പ്രവർത്തനങ്ങളെ സുവിശേഷകൻ കാണുന്നത്? ശിഷ്യന്മാരുടെ മുമ്പാകെ പ്രവർത്തിച്ച അടയാളങ്ങളുടെ ഒരു പരമ്പരയായിട്ട്. 20, എന്തിന്റെയെല്ലാം സഹായത്തോടെയാണ് സുവിശേഷകൻ തന്റെ ക്രിസ്ത്വാനുഭവങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ വിശദീകരിക്കുന്നത്? സാംസ്കാരികവും മതപരവുമായ സിദ്ധാന്തങ്ങളുടെയും ഭാഷാ സങ്കേതങ്ങളുടെയും സഹായത്തോടെ. 21, സാംസ്കാരികവും മതപരവുമായ സിദ്ധാന്തങ്ങളുടെയും ഭാഷാ സങ്കേതങ്ങളുടെയും സഹായത്തോടെ സുവിശേഷകൻ എന്താണ് വിശദീകരിക്കുന്നത്? തന്റെ ക്രിസ്ത്വാനുഭവങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ. 22, തന്റെ ക്രിസ്ത്വാനുഭവങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ വിശദീകരിക്കുന്ന പരിശ്രമത്തിൽ യോഹന്നാനെ സ്വാധീനിച്ചിട്ടുള്ള സമകാലീന ചിന്താധാരകൾ എത്ര? 4. 23, ഏതെല്ലാമാണ് യോഹന്നാനെ സ്വാധീനിച്ചിട്ടുള്ള സമകാലീന ചിന്താധാരകൾ? ജ്ഞാനവാദം, ദ്വൈതവാദം, യവന ചിന്ത.
24 നാലാം സുവിശേഷത്തെ എത്ര ഭാഗങ്ങളായി തിരിക്കാം? ഏതെല്ലാം? 2. അടയാളങ്ങളുടെ പുസ്തകം, മഹത്വത്തിന്റെ പുസ്തകം. 25 എന്താണ് അടയാളങ്ങളുടെ പുസ്തകത്തിന്റെ പ്രതിപാദ്യം? യേശു പരസ്യജീവിത കാലത്ത് പ്രവർത്തിച്ച നിരവധി അത്ഭുതങ്ങളിലൂടെ പിതാവായ ദൈവത്തിന്റെ ആവിഷ്കരണമായി തന്നെ അവതരിപ്പിക്കുന്നത്. 26 എന്താണ് മഹത്വത്തിന്റെ പുസ്തകത്തിന്റെ പ്രതിപാദ്യം? കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിലേക്കുള്ള യേശുവിന്റെ കടന്നുപോകൽ. 27 കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും യേശു എവിടേക്കാണ് കടന്നു പോകുന്നത്? പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിലേക്ക്. 28 പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിലേക്കുള്ള യേശുവിന്റെ കടന്നുപോകൽ സാധ്യമായത് എങ്ങനെയാണ്? കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും. 29 അടയാളങ്ങളുടെ പുസ്തകവും മഹത്വത്തിന്റെ പുസ്തകവും എന്ന 2 ഭാഗങ്ങൾ കൂടാതെ മറ്റെന്തെല്ലാം കൂടിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നത്? ഒരു ആമുഖവും ഒരു അനുബന്ധവും. 30 യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖം കാണപ്പെടുന്ന അധ്യായവും വാക്യങ്ങളും. 1-ാം അധ്യായം 1 മുതൽ 18 വരെ വാക്യങ്ങൾ. 31 യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അനുബന്ധം കാണുന്ന അധ്യായവും വാക്യങ്ങളും. 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 25 വരെ വാക്യങ്ങൾ. ഇങ്ങനെ 31 ചോദ്യങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം ആമുഖത്തിൽ നിന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. 12 അധ്യായങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. 1-2 അധ്യായങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ അധ്യായങ്ങളും വളരെ വലിയ അധ്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ 2 വീഡിയോ ആയിട്ടാണ് പല അധ്യായങ്ങളും ചെയ്തിട്ടുള്ളത്. എത്രയും വേഗം തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ പഠന സഹായിയുടെ കാര്യം പലരും ചോദിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അയച്ചു നൽകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പ്രസിൽ കുറച്ചധികം താമസം വന്നു. അതിന്റെ ഡ്രാഫ്റ്റ് ഇതുവരെയും നമുക്ക് ലഭിച്ചിട്ടില്ല. ഡ്രാഫ്റ്റ് കിട്ടി അതൊന്നുകൂടി പ്രൂഫ് ചെക്ക് ചെയ്തതിന് ശേഷമേ നമുക്ക് ഫൈനൽ പ്രിന്റിന് വിടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു 10 ദിവസത്തേക്ക് കൂടി എല്ലാവരും ക്ഷമിക്കണം എന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ മാസം തന്നെ, ഡിസംബർ മാസം തന്നെ എല്ലാവർക്കും പുസ്തകം ലഭ്യമാകുന്ന തരത്തിലാണ് അതിന്റെ വർക്കുകൾ നടക്കുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.